ചേട്ടാ ഒരു ചായ കൂടി. ഓ ഹരി, അപ്പോൾ ഇതാണല്ലേ ബിരിയാണി ചായ? അച്ചു, ഇത് ബിരിയാണി ചായ അല്ല, ബിരിയാണി ചായ. ബിരിയാണി ചായ വേറെ. രണ്ട് ബിരിയാണി ചായ. അഭിലാഷേ, എന്തിനാണ് ഇതിനെ ബിരിയാണി ചായ എന്ന് വിളിക്കുന്നത്? ഇത് കുറച്ച് സ്പൈസിയാണ്. പിന്നെ നമ്മളെ ഇവിടെയൊക്കെ ഇപ്പം കുറച്ച് നാളായിട്ടുണ്ട്. വലിയ ഇതായിട്ടൊന്നും ഇല്ലായിരുന്നു. പുറത്തോട്ടൊക്കെയാണ്, കോഴിക്കോട്, കൊല്ലം അങ്ങോട്ടുള്ള സ്ഥലങ്ങളിലൊക്കെയാണ് ഏറ്റവും കൂടുതലുള്ളത്. ഒരുപാടുള്ളത്. ഇതിലെന്തൊക്കെയാണ് ചേർക്കുന്നത്? ഷുഗർ ഇടുന്നുണ്ട്, പാല്, തേയില, പിന്നെ ഞങ്ങളുടെ മസാല, ബിരിയാണി മസാല. ഇതെങ്ങനെ ഈ 3 ലെയറായിട്ട് ഇത് എങ്ങനെ നിർത്തണം? ഇതിനെ ലെയറായിട്ട് ഉണ്ടാക്കുന്നത് ടീ ഡെക്കോത്ത് ചെയ്ത് അടിയിലൊഴിക്കും. അതിൻ്റെ മേളിൽ പാല് ഫ്ലോത്ത് ചെയ്ത് മിക്സ് ചെയ്ത് ഒഴിക്കും. അതിൻ്റെ മേളിൽ വീണ്ടും ഒരു ടീ ഡെക്കോത്തും കൂടെ വരും. അതായത് ഇതിങ്ങനെ മറ്റേ ഇങ്ങനെ കലക്കി തന്നെ കുടിക്കണം, എങ്കിലും ആ മസാലയുടെ ഫ്ലേവർ കറക്റ്റായി വരത്തുള്ളൂ. അപ്പോൾ ഇതിൽ എങ്ങനെ ഇതിൻ്റെ റെസിപ്പി എന്ന് പറയുമ്പോഴേ ഇത് ബിരിയാണിയിൽ എന്താ ചേർക്കുക? ബിരിയാണി മസാലയാണ്, ചായ മസാലയാണ്. അതെ അതെ. ഈ മസാല ചായയും ബിരിയാണി ചായയും തമ്മിൽ എന്താ വ്യത്യാസം? രണ്ട് ഐറ്റം മസാലയാണ്. ചായ മസാലയുണ്ട്, ബിരിയാണി മസാല രണ്ടാണ്. അപ്പോൾ രണ്ടിൻ്റെ ടേസ്റ്റ് ഡിഫറെൻ്റ് ആണ്. അത് ഒരിക്കൽ കുടിച്ച് നോക്കുമ്പോഴേ മനസ്സിലാവുള്ളൂ. ഒരുപാട് പേര് ഇത് ബിരിയാണി ചായ ചോദിച്ചു വരുന്നുണ്ടോ? ഇതിന് സെപ്പറേറ്റ് കസ്റ്റമർ ഉണ്ട്, ഇതിന് വേണ്ടി വരണ ഒരു 50 പരം കസ്റ്റമർ ഡെയിലി വരാറുണ്ട്. ബിരിയാണി ചായ മാത്രം? എന്തിനാണ് ഇതിനെ ബിരിയാണി ചായ എന്ന് വിളിക്കണത്? ഒരു വെറൈറ്റി പേരാണ്, ചായയുടെ ഒരു പ്രത്യേകത കാരണം അങ്ങനെ വിളിക്കുന്നതാണ്. ടൈഗർ ബിസ്ക്കറ്റിൽ ടൈഗർ ഇല്ലല്ലോ എന്ന് പറയുന്നത് പോലെയായിരുന്നു അച്ചുവിൻ്റെ ചോദ്യം. ബിരിയാണി ചായയിൽ ബിരിയാണി ഇല്ലെന്നേ ഉള്ളൂ. ചായ ഏതായാലും ഓരോ ചായയ്ക്കും ഓരോ വികാരമുണ്ട്. ബിജു വി എസ് ടി എസ് ഹരീഷ്ണ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം. ലാൽകൃഷ്ണനുണ്ട്. ലാൽ, ഇപ്പോൾ ചായ നമ്മൾ രാവിലെ എഴുന്നേൽക്കുന്നത് തന്നെ ഒരു ചായയെക്കുറിച്ച് ആലോചിച്ചിട്ടാണ്. നമ്മുടെ ജീവിതം തുടങ്ങുന്നത്, പ്രത്യേകിച്ച് മലയാളികളുടെ ഒരു ദിവസം തുടങ്ങുന്നത് തന്നെ ചായയിലാണ്. ചായ ഇല്ലാതെ നമുക്ക് എന്താ ആഘോഷം അല്ലേ? അപ്പം എങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിൽ ചായ ഇത്രമാത്രം ഒരു സ്വാധീനം ചെലുത്തിയത്? ഇപ്പം എങ്ങനെയാണ് ചായയുടെ ഒരു വരവ്? ചായക്ക് നമ്മൾ കൊടുക്കുന്നൊരു പ്രാധാന്യം മറ്റ് പല നാട്ടിലുള്ളവർ കൊടുക്കുന്നുണ്ടോ എന്ന് പോലും എനിക്ക് സംശയമുണ്ട്. നമ്മൾ സാധാരണ രാവിലെ കിടക്കി എണീക്കുമ്പോൾ തൊട്ട് ഇതിനെക്കുറിച്ച് ചിന്തിക്കുന്ന ഒരാളാണ്. വെറും വയറ്റിൽ ചായ കുടിച്ച് ജീവിതം തോന്നുന്ന ആളുകളാണ് ഒട്ടുമിക്ക മലയാളികളും എന്നുള്ളതാണ്. എനിക്ക് നമ്മൾ ആദ്യം വെള്ളം കുടിക്കുന്നതിനൊക്കെ മുമ്പ് കുടിക്കുന്ന ചായ ആയിരിക്കും ഒരു പക്ഷേ. അങ്ങനെ തുടങ്ങുന്നവരുണ്ട് ജീവിതത്തിൽ. ഞാനൊരു ദിവസം ഏറ്റവും കുറഞ്ഞത് ഒരു 6-7 ചായ കുടിക്കുന്ന ഒരാളാണ്. അത് ശീലത്തിൻ്റെ ഭാഗമായിട്ട് വന്നതല്ല. പിന്നെ ഈ നമ്മൾ ആദ്യം പറഞ്ഞ പോലെ ഇതൊരു തരത്തിൽ ലഹരിയാണ്. നമ്മളൊരു മൂഡ് അപ്ഡേറ്റ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട്, ഒന്ന് റിലാക്സ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട്, അങ്ങനെ പല ഘട്ടങ്ങളിലായിട്ട് നമ്മൾ ആ സാധനം ഒരു ഉറക്കം ഒന്ന് മാറിക്കിട്ടാൻ, ഒന്ന് റിഫ്രഷ് ആവാൻ, അങ്ങനെ പല സമയത്തായിട്ട് അങ്ങനെ കഴിച്ച് ശീലിച്ച് ഇപ്പോൾ അതങ്ങനെ ശീലമായിപ്പോയി. വെറുതെ ഇരിക്കുന്ന സമയത്ത് ഇരിക്കുമ്പോൾ പോലും നമ്മളൊരു കൂട്ടായിട്ടിരിക്കുമ്പോൾ ചിന്തിക്കുന്ന ഒരു പ്രധാനപ്പെട്ട പരിപാടി എന്നാൽ പിന്നെ ഒരു ചായ കുടിച്ചാലോ എന്നുള്ള സാധനമാണ്. അപ്പോൾ ഒരു ചായ കുടിക്കാം എന്നുള്ളൊരു മൂഡാണ് എപ്പോഴും ക്രിയേറ്റ് ചെയ്യപ്പെട്ട് പോകുന്നത്. ചായ നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമായിട്ട്, നമ്മൾ പണ്ട് പറഞ്ഞ പോലെ ജീവിതത്തിൻ്റെ ഭാഗമായിട്ട് വന്നിട്ട് അധികം കാലമൊന്നും ആയിട്ടില്ല. ചൈനീസുകാരാണ് നമുക്ക് ചായ എന്ന് പറയുന്ന വിഭവം നമുക്ക് പരിചയപ്പെടുത്തരുന്നത്. ചൈനയിലാണ് ഇതിൻ്റെ ഉത്ഭവം ഉണ്ടാകുന്നത്. അങ്ങനെ ചൈനയിൽ നിന്ന് ചായ നേരെ ആസാമിലേക്ക് വരുന്നു. ആസാമിലാണ് ഏറ്റവും കൂടുതൽ ചായ ഉൽപ്പാദിപ്പിച്ചുകൊണ്ടിരുന്നത്, ചായപ്പൊടി ഉൽപ്പാദിപ്പിച്ചുകൊണ്ടിരുന്ന സ്ഥലം എന്ന് പറയുന്നത്. അത് പിന്നീട് പല നാടുകളിലേക്കായിട്ട് വന്നു. ബ്രിട്ടീഷുകാരാണ് അത് ഏറ്റെടുക്കുന്നത്. അങ്ങനെ ബ്രിട്ടീഷുകാരാണ് നമ്മുടെ നാട്ടിലേക്ക് മൂന്നാർ, വയനാട് പോലുള്ള സ്ഥലങ്ങളിലെല്ലാം ഈ തേയിലയുടെ കൃഷി തുടങ്ങുന്നത്. ഇപ്പോൾ എൻ്റെ വീട് ഇരിക്കുന്നത് മൂന്നാറിന് ഏകദേശം ഒരു 80 കിലോമീറ്റർ അകലം മാത്രമുള്ള സ്ഥലത്താണ്. അപ്പം നമ്മൾ മിക്കവാറും സമയങ്ങളിൽ മൂന്നാർ പോകാറുള്ള ആൾക്കാരാണ്. ഡെയിലി പോയിട്ട് വരാവുന്ന ദൂരമുള്ളൂ. ഒരു 1 ഡേ ട്രിപ്പ് പോലെ മൂന്നാർ പോയിട്ട് വരാറുള്ളൂ. അപ്പോൾ നമ്മൾ മൂന്നാർ പോകുമ്പോൾ നമ്മൾ ചായ കുടിക്കാൻ മിക്കവാറും പ്രിഫർ ചെയ്യുന്ന സ്ഥലങ്ങൾ പ്രധാനപ്പെട്ടതെന്ന് പറയുന്നത് ഈ ടീ ഫാക്ടറികളോട് ചേർന്നുള്ള കടകൾ തന്നെയാണ്. അവിടെ അവർ തന്നെ ആ ഒരു ഔട്ട്ലെറ്റിൽ ചായ കൊടുക്കുന്നുണ്ട്. അതിനൊരു പ്രത്യേക ടേസ്റ്റാണ്, അതൊരു സുഖകരമായ ടേസ്റ്റ്. അപ്പോൾ നമ്മുടെ ജീവിതത്തെ സ്വാധീനിക്കുന്ന പ്രധാനപ്പെട്ട ഘടകങ്ങളിലൊന്നായി ഈ ചായ മാറുന്നുണ്ട് എന്നുള്ളതാണ് എൻ്റെ അതൊരു വസ്തുതയും. ഓക്കെ ലാൽ, അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ചായ നമ്മുടെ ജീവിതത്തോട് അത്രമാത്രം ചേർന്ന് നിൽക്കുന്ന പാനീയമാണ്. അപ്പം അതുകൊണ്ട് തന്നെയാണ് വെറൈറ്റി ചായകളുമായി ബന്ധപ്പെട്ട, ചായയുമായി ബന്ധപ്പെട്ട നമ്മുടെ ഇന്നത്തെ റിപ്പോർട്ടുകളും